ഒരു വലിയൊരു സംഭവം ഉണ്ടായി. എന്റെ അമ്മയ്ക്ക് എവിടുന്നോ ഒരു ചക്ക തിന്നുവാൻ വേണ്ടി ആളുകൾ കൊണ്ടുവന്നു. ആ ചക്കയുടെ പുറത്ത് ഒരു വലിയ കമ്പിപ്പാര കുത്തിവെച്ചു. ഈ കമ്പിപ്പാര അന്ന് ചുവരിലേക്ക് ചാരി വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഈ ചക്കയുടെ ഇളക്കം കൊണ്ട് പെതുക്കെ ഇത് ആടി. അതിന്റെ താഴെ ഞാൻ ഒരു പായിൽ തുണിയൊക്കെ വിരിച്ച് എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുകയായിരുന്നു. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു കുമരങ്കരിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് അനുഗ്രഹമായി തരേണ്ടതിന് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളെവർ ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു കുമരൻകരിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവദാസനെ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സാബു എന്നാണ്. എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്ക് സമീപമുള്ള കുമരങ്കരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുമരങ്കരി എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ്. എന്നാൽ ഞങ്ങൾ താമസിക്കുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, സ്കൂള് എല്ലാം കുമരങ്കരി ആയതുകൊണ്ട് ഞങ്ങളുടെ അഡ്രസ്സ് മുഴുവനും കുമരങ്കരി എന്നാണ് കിടക്കുന്നത്. ചെറുപ്പം മുതൽ ഈ ആത്മീക അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ വളർന്നു വരുവാൻ ഇടയായി തീർന്നത്. ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എൻ്റെ പിതാവ് ആദ്യമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് ചെറിയ ഓർമ്മയുള്ള സമയം, ചെറിയ പ്രായമാണെന്ന്. ആ സമയത്താണ് പിതാവ് ഈ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് കരിസ്മാറ്റിക്കിന്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് എൻ്റെ പിതാവ് ആത്മീക പ്രവർത്തനങ്ങളിൽ സജീവമായി നിന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ ഒരു ആത്മീക പശ്ചാത്തലം കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ പിതാവിന്റെ പിതാവ് ഒരു സഞ്ചാര സുവിശേഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മീക ഒരു പശ്ചാത്തലത്തിലൂടെ വളർന്നു വരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും കുടുംബപരമായിട്ടുണ്ടായി എന്നുള്ളത് ഭാഗ്യകരമായ ഒരു വസ്തുതയായി തന്നെ ഞാനത് കാണുകയാണ്. എൻ്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ക്രമേണ എൻ്റെ ഭവനത്തിലുള്ളവരും പിതാവിന്റെ ബന്ധത്തിൽ ഉള്ള സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടും വളരെ മാന്യമായ ഒരു ജീവിതം ചെറുപ്പം മുതലേ നയിക്കാൻ ദൈവം അവസരം തന്നു എന്നുള്ളത് കൊണ്ടും മറ്റിതര കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ ജീവിതത്തിലില്ല. ബാല്യകാലം മുതൽ തന്നെ ആ ദൈവഭയത്തിലും ദൈവിക വഴികളിലൂടെ ഒക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് ഞങ്ങൾ താമസിച്ച ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകാതെ ആ ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം കൂടിയാണ്. എൻ്റെ പിതാവ് വിശ്വാസത്തിൽ വരുന്നതിന് കാരണമായി തീർന്ന ചില കാര്യങ്ങൾ ഈ അവസരത്തിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കരിസ്മാറ്റിക്കിന്റെ പ്രവർത്തനവുമായി നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടോ. ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ ഉപേക്ഷിക്കപ്പെട്ട ഒരു രോഗിയായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യമുണ്ടായി. അങ്ങനെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീർന്നു. അങ്ങനെ വചനത്തെ കുറിച്ച് കൂടുതലായി പഠിച്ചു വന്നപ്പോൾ ബൈബിളിന്റെ പ്രാമാണിക വശങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പെന്തക്കോസ്തിന്റെ ഉപദേശം ശരിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ബോധ്യമാകുകയും അങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ചുവടുവെക്കുവാൻ ഇടയായി തീർന്നു. അതിന് എൻ്റെ പിതാവിന് പ്രേരക ഘടകമായി തീർന്നത് എൻ്റെ പിതാവിന്റെ സ്വന്തത്തിൽ തന്നെയുള്ള ഒരു ദൈവദാസൻ തിരുവല്ലയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖാന്തരമാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ചുവടുവെക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ എൻ്റെ പിതാവിന് ഉണ്ടായത്. എൻ്റെ പിതാവിന്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്കുള്ള കൈപിടിച്ച് നടത്തിയ കർത്താവിൽ അനുഗ്രഹീത ദൈവദാസൻ ഇന്ന് അദ്ദേഹം കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. മഞ്ഞാടിയിലുള്ള ജോർജ് എന്ന് പറയുന്ന ഒരു കർത്തദാസനാണ്.
രോഗശാന്തി ശുശ്രൂഷയും അതുപോലെ ശക്തമായ ആത്മീക ശുശ്രൂഷകളിൽ മുൻപോട്ട് പോയ ഒരു കർത്തദാസനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂർഖൻ പാമ്പ് തന്നെ കടിച്ച് മരിച്ചു എന്ന് ലോകം വിധി എഴുതി, എന്നാൽ ആശുപത്രിയിൽ പോകാതെ അനേക വിശ്വാസികളുടെ പ്രാർത്ഥന മുഖാന്തരം ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു ശക്തനായ അഭിഷിക്തനായിരുന്നു ഈ കർത്താവിന്റെ ദാസൻ. അതോഗത്തോടു കൂടിയായിരുന്നു എന്റെ പിതാവിന്റെ വിശ്വാസത്തിന്റെ ബാല്യകാലത്തിന്റെ ചുവടുവയ്പ്പുകൾ. അതുകൊണ്ട് തന്നെ എന്റെ പിതാവിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം വളരെ ആകർഷിക്കപ്പെടുവാനിടയായി തീർന്നത് കൊണ്ട് എന്റെ പിതാവും ഒരു രോഗശാന്തിയുടെ വിശ്വാസ മാർഗത്തിലൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. മാരകമായ അനേക രോഗങ്ങൾ കടന്നു വന്നിട്ടും മരുന്നെടുക്കാതെ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് മുൻപോട്ട് സഞ്ചരിച്ച ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ തന്റെ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഒക്കെ പ്രാബല്യത്തിൽ വരുവാനിടയായി തീർന്ന ചില സാഹചര്യങ്ങളുണ്ട്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. എൻ്റെ ജ്യേഷ്ഠന്റെ ചെറുപ്പത്തിൽ ജ്യേഷ്ഠൻ തിളച്ച കഞ്ഞിവെള്ളത്തിലേക്ക് തന്റെ കാല് മുക്കുവാനിടയായി തീർന്നു. ആ അവസരത്തിൽ അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കാരണം കുട്ടനാടാണ്, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ്, റോഡുകളില്ല, വാഹന സൗകര്യങ്ങളില്ല. മാത്രമല്ല ഒരു ഹോസ്പിറ്റലിൽ അത്ര അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകണമെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ കൃഷി സ്ഥലങ്ങളിലൂടെ, പാടത്തിന്റെ സൈഡിലൂടെയുള്ള ബണ്ടുകളിലൂടെ നടന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഒക്കെ നടന്നാലേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹോസ്പിറ്റലിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ എന്റെ ജ്യേഷ്ഠൻ കാല് തിളച്ച കഞ്ഞിവെള്ളത്തിൽ ചെന്നിങ്ങനെ മുക്കുവാനിടയായി. തീരെ ചെറുപ്പമാണ്. അന്ന് എന്റെ പിതാവ് പെട്ടെന്ന് കരങ്ങളിൽ എന്റെ ജ്യേഷ്ഠനെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ച ആ ഒരു പറഞ്ഞു കേൾവിയാണ്. അന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു ഓർമ്മയില്ല. പക്ഷെ ആ തിളച്ച കഞ്ഞിവെള്ളത്തിൽ തന്റെ കാല് മുങ്ങിയിട്ടും എടുത്തു വെച്ച് കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് അതിനുശേഷം പിന്നീട് നോക്കിയപ്പോൾ യാതൊരു വിധമായ പൊള്ളലോ ഒന്നുമില്ലാതെ അത്ഭുതകരമായ ഒരു വിടുതൽ ആ വിഷയത്തിൽ ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. അതുപോലെ ധാരാളം അനുഭവങ്ങൾ പിതാവിന്റെ ജീവിതാനുഭവത്തിലൂടെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവ് ഇപ്പോൾ മരിച്ച് കർത്തസനിൽ വിശ്രമിക്കുകയാണ്. ഏകദേശം 8 വർഷത്തോളം കഴിഞ്ഞു പിതാവ് കർത്തസനിൽ ചേർക്കപ്പെട്ടിട്ട്. അതിന് ഏതാനും ചില നാളുകൾക്ക് മുൻപ് എന്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് വീടിന്റെ മുകളിൽ ക്ലീൻ ചെയ്യാൻ കയറിയപ്പോൾ, ഷീറ്റിട്ട വീടാണ്, ആ വീടിന്റെ മുകളിൽ ഷീറ്റിന്റെ ഭിത്തിക്കപ്പുറത്തേക്ക് കാല് ചവിട്ടി ഷീറ്റ് പൊട്ടി ഞാൻ ആ ഷീറ്റിന്റെ പുറത്ത് വീണു. ഷീറ്റ് ചിന്നി ചിതറിപ്പോയി. അവിടുന്ന് ഞാൻ കറങ്ങി നേരെ താഴെ, നല്ല ഉയരം ഏകദേശം ഉണ്ടായിരുന്നു വീടിന്, നേരെ താഴെ വന്ന് 2 കാലും കുത്തി ഇങ്ങനെ വീണു. ഞാൻ വീഴുന്ന സമയത്ത് എന്റെ പിതാവ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന ഒരനുഭവത്തിൽ ഞാനിങ്ങനെ വീഴുമ്പോൾ ഈ വീടിന്റെ മുകളിൽ ഷീറ്റ് പറന്നു പോകാതിരിക്കാൻ വേണ്ടി വെച്ച വലിയ ഭാരമുള്ള ഒരു കല്ല് നേരെ എന്റെ മൂക്കിന്റെ തൊട്ടില്ല എന്ന് പറഞ്ഞ 2 കാലുകൾക്ക് നടുവിൽ വന്ന് വീഴുവാനിടയായി ചേർന്നു. എന്നാൽ എന്റെ ആ വീഴ്ചയിൽ ഭിത്തിയുടെ മുകളിൽ എന്റെ കാലടിച്ചിട്ട് എന്റെ കാലിന്റെ ഒരു സൈഡ് ഇങ്ങനെ തോട് പോലെ ആ ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞാൻ കാലൊടിഞ്ഞു എന്ന് വിചാരിച്ച്, കാലൊടിഞ്ഞു എന്ന് പറഞ്ഞ് കാല് താങ്ങി വീടിന്റെ അടുക്കള വാതിക്കൽ ഇരുന്നു. അവിടെ നിന്ന് തന്നെ അവര് പൊക്കിയെടുത്ത് മുറിക്കകത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴെനിക്ക് കാണാം ഭിത്തിയുടെ വരിപ്പിനടിച്ച ആ ഒരു പാട് എന്റെ കാലിൽ ഒരു തോട് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അവസരത്തിൽ പെട്ടെന്ന് എന്റെ പിതാവ് അല്പം എണ്ണയെടുത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഈ കാലിൽ വെച്ച് പ്രാർത്ഥിച്ച് തടവി വിട്ടതിന് ശേഷം ഞാൻ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പാട് പോലും അവിടെ കാണാത്ത നിലയിൽ അത് മാറിയ ഒരു സാഹചര്യം എനിക്ക് കാണുവാനിടയായി തീർന്നു. അങ്ങനെ പിതാവിന്റെ വിശ്വാസ ജീവിതാനുഭവങ്ങൾ ഞങ്ങളെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു സാക്ഷ്യം തന്നെയാണ്. ഒത്തിരി അനുഭവങ്ങൾ അതിനോടനുബന്ധമായിട്ട് എനിക്ക് പറയുവാനുണ്ട്. എന്നാൽ എൻ്റെ ബാല്യകാലം ഞാൻ ഓർപ്പിച്ചതുപോലെ നല്ലൊരു ഓർമ്മ വെക്കുന്നതിന് മുൻപ് തന്നെ ഈ വിശ്വാസത്തിലേക്ക്, പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് എൻ്റെ പിതാവ് കടന്നു വന്നതാണ്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ആദ്യത്തെ പെന്തക്കോസ്ത് വിശ്വാസ ഭവനമാണ് ഞങ്ങളുടെ ഭവനം. അവിടെ ധാരാളം കൂട്ടായ്മകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ ചെറുപ്പകാലത്തിൽ നടക്കാറുണ്ട്. അപ്പൊ തന്നെ എൻ്റെ ഒന്നുകൂടി പുറകോട്ടുള്ള ബാല്യകാലം ഓർമ്മിക്കുമ്പോൾ വലിയ വാഗ്ദത്തങ്ങൾ ദൈവം എനിക്ക് വേണ്ടി തന്നു എന്നുള്ളത് കൊണ്ട് തന്നെ
അനേക അനർത്ഥങ്ങളിൽ നിന്നും അനേക പ്രതിസന്ധികളിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന ആ ഒരു ഓർമ്മ എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ എനിക്ക് ഓർമ്മയില്ലാത്തൊരു സമയത്തെ സാഹചര്യം എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഏകദേശം എനിക്ക് എന്റെ അമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം ഏകദേശം 38-48 ദിവസത്തെ ഒരു കാലയളവിൽ ഒരു വലിയൊരു സംഭവം ഉണ്ടായി. അത് എന്റെ അമ്മയ്ക്ക് എവിടുന്നോ ഒരു ചക്ക തിന്നുവാൻ വേണ്ടി ആളുകൾ കൊണ്ടുവന്നു. ആ ചക്കയുടെ പുറത്ത് ഒരു വലിയ കമ്പിപ്പാര കുത്തിവെച്ചു. എന്നിട്ട് പെട്ടെന്ന് എന്തോ ആവശ്യത്തിന് അമ്മ മറ്റെന്തോ എടുക്കാൻ പോയി. ഈ കമ്പിപ്പാര അന്ന് ചുവരിലേക്ക് ചാരി വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഈ ചക്കയുടെ ഇളക്കം കൊണ്ട് പെതുക്കെ ഇത് ആടി. അതിന്റെ താഴെ ഞാൻ ഒരു പായിൽ തുണിയൊക്കെ വിരിച്ച് എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുകയായിരുന്നു. ഈ ചക്ക ഇങ്ങനെ ആടി ആടി അതിൽ തറച്ചിരുന്ന കമ്പിയോട് കൂടി മറിഞ്ഞ് എന്റെ തലയിലേക്ക് വന്ന് ആഞ്ഞ് അടിക്കുവാനിടയായി തീർന്നു. മുമ്പ് ഓർപ്പിച്ചതുപോലെ ഈ തലയുടെ ഒരു ഭാഗം ഒരു ഓട പോലെ ആയിത്തീർന്നു. എന്നാൽ അത്രയും വലിയ ശക്തമായൊരു പ്രഹരം എന്റെ തലയിൽ ഏറ്റിട്ടും മരിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നിട്ടും അങ്ങനെയൊന്നും സംഭവിക്കപ്പെടാതെ അത്ഭുതകരമായി ദൈവം സംരക്ഷിച്ച ഒരു സാക്ഷ്യം എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ എന്റെ ബാല്യകാലം മുൻപോട്ട് വളർന്നു വരുമ്പോൾ ഒത്തിരി സാമ്പത്തികമായ പരാധീനതകളിലൂടെയൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം അന്നത്തെ കാലത്ത് കഴിഞ്ഞു വന്നത്. അന്നത്തെ എന്റെ ചെറുപ്പകാലങ്ങളിൽ എന്റെ പിതാവിന് മണലുവാരായിരുന്നു അന്ന് ജോലി. വിശ്വാസത്തിൽ ഒക്കെ ആയിരിക്കുമ്പോഴും ഈ ജോലിയിൽ മുൻപോട്ട് തുടരുമ്പോൾ ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അറ്റൻഡറായിട്ട് എന്റെ പിതാവിന് ജോലി ലഭിക്കുവാനിടയായി തീർന്നു. ഈ വിശ്വാസ ജീവിതത്തിലേക്ക് തീവ്രമായി മുൻപോട്ട് കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്റെ പിതാവിന് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഒരു സുവിശേഷകനായിട്ടും ഒരു പാസ്റ്ററായിട്ടും ഒക്കെയാണ് എന്റെ പിതാവ് അറിയപ്പെടുവാൻ ഇടയായി തീർന്നത്. ആ സാഹചര്യങ്ങളിൽ ആ ഒരു ജോലി ലഭിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഒരല്പം ആശ്വാസം ഞങ്ങൾക്കുണ്ടായി. എന്നാൽ ഞങ്ങളുടെ വീട് കുട്ടനാട്ട് വെള്ളക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടത്തിന്റെ നടുക്കെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ കരയിലേക്ക് എത്തുവാൻ ഏകദേശം ഒരു 50 മീറ്ററോളം വെള്ളത്തിലൂടെ നീന്തി തോട് സൈഡിലുള്ള ഒരു ബണ്ടിലേക്ക് കടന്നു വരണമെന്ന് വഴിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന ഒരു ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസമൊക്കെ തുറക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര മഴയാണ്. എന്റെ ചെറുപ്പത്തിലേക്ക് അന്ന് വെള്ളം പൊങ്ങുമ്പോൾ വലിയ ആളുകൾക്ക് പോലും നിലയില്ലാത്ത ഒരു സാഹചര്യമാണ്. അവിടെ ഉരുളിക്കകത്തേക്ക് ഞങ്ങൾ വസ്ത്രങ്ങളും അതുപോലെ ബുക്കും പുസ്തകമൊക്കെ വെച്ച് ഈ ഉരുളിയിൽ പിടിച്ച് നീന്തിയാണ് ഇക്കരെ കടന്നു വന്ന് പിന്നീട് അവിടുന്ന് സ്കൂളിലേക്കൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വളരെ ത്യാഗസമ്പൂർണമായ ഒരു സാഹചര്യമായിരുന്നു ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ചർച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം നല്ല ദൂരമുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 കിലോമീറ്റർ. ഇന്ന് വാഹന സൗകര്യങ്ങളും റോഡും ഒക്കെ വന്നപ്പോൾ ഇന്ന് അത്രയും ദൂരമേ ഉള്ളൂ. എന്നാൽ അന്നത്തെ കാലത്ത് ഈ വാഹന സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് വലിയ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള പാടശേഖരങ്ങളായതുകൊണ്ട് ഇതിന്റെ സൈഡിലൂടെയുള്ള ബണ്ടുകളിലൂടെയുള്ള യാത്രയാണ്. അന്ന് വളരെ ചുറ്റിക്കറങ്ങി ഏകദേശം ഒരു 10-20 കിലോമീറ്ററോളം ഒക്കെ കിലോമീറ്റർ നടന്നാലാണ് ഈ ചർച്ചിൽ എത്തുവാൻ കഴിയുന്നത്. അന്നൊക്കെ വാഹന യാത്രകൾ പരിമിതമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുമരഗിരിയിൽ നിന്ന് നടന്ന് വാഴപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് മധുമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് അവിടുന്നൊക്കെയാണ് വാഹനം. അന്നൊക്കെ ബസ്സുകൾ കുറവാണ്. ഓട്ടോറിക്ഷയൊക്കെ കയറി ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഒറ്റ ബസ്സേ ഉള്ളൂ ഞങ്ങളുടെ ചർച്ചിന്റെ അതിലെ. ഇന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗ്രേസ് എന്ന് പറയുന്ന ഒരു വണ്ടി, ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള ചില ബസ്സുകൾ മാത്രമാണുള്ളത്. അങ്ങനെ കിലോമീറ്ററുകൾ നടന്ന് ഇത്രയും ദൂരം ഞങ്ങളെയും കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ കടന്നുപോയൊരു ഓർമ്മയുണ്ട്. എന്നാൽ അവിടെ നാലുകോടിയിൽ ഞങ്ങൾ സഭയായി കടന്നു പോകുന്നതിന് മുൻപ് എന്റെ പിതാവിന്റെ മാതൃ ചർച്ചായ വളഞ്ഞുവട്ടം ആലന്തുരുത്തി IPCയിലായിരുന്നു ഞങ്ങളുടെ മാതൃ ചർച്ച്. പിതാവ് പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. അവിടെ ആലന്തുരുത്തിയിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നടന്നു പോകണമെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്ററുകൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ചങ്ങനാശ്ശേരിയിൽ കുമരഗിരി വീട്ടിൽ നിന്ന് 30 കിലോമീറ്ററോളം ഏകദേശം വരും. അത്രയും ദൂരമൊക്കെ എന്നെ എടുത്തുകൊണ്ട് പോയ ഒരു ചരിത്രമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. പക്ഷെ അന്നത്തെ ആത്മീയ
സാഹചര്യങ്ങളും അന്നത്തെ ആത്മീയ അനുഭവങ്ങളും ഒക്കെ വളരെ ജീവിതത്തെ പിടിച്ചു നിർത്തിയതും വല്ലാതെ ആത്മീയ മേഖലകളിലേക്ക് ആകർഷിക്കപ്പെട്ടതുമായ ഒരു സാഹചര്യങ്ങളായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അന്ന് കടന്നു വന്നുകൊണ്ടിരുന്ന ധാരാളം ദൈവദാസന്മാർ ദീർഘദൂരങ്ങൾ നടന്നാണ് അവർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നത്. മാത്രമല്ല, കണ്ടത്തിന്റെ നടുക്കായിട്ടാണ് ഞങ്ങളുടെ വീട്. ദേവദാസന്മാരൊക്കെ കടന്നു വരുമ്പോൾ അവര് പ്രത്യേകം വസ്ത്രത്തിന്റെ പാക്കേജുമായിട്ടൊക്കെയാണ് കടന്നു വരുന്നത്. പ്രത്യേകം തോർത്തും സംവിധാനവും ഒക്കെ അവരുടെ കരങ്ങളിൽ ഉണ്ടാകും. ഞങ്ങളുടെ വീട്ടിൽ വന്ന് നീന്തി കയറി വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുവാൻ. അങ്ങനെ ധാരാളം ദൈവദാസന്മാർ നീന്തി ചിലപ്പം വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അറിയുന്നത്, ദൈവദാസന്മാർ വരുന്നത്. അങ്ങനെ ധാരാളം ദൈവദാസന്മാരുടെ ഒക്കെ ത്യാഗ സമ്പൂർണമായ ജീവിതം ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് 7 ദിവസവും 3 ദിവസവും ഒക്കെ ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്ന സമയത്ത് ധാരാളം ദൈവദാസന്മാർ അവിടെ വന്ന് ആ 7 ദിവസവും വീട്ടിൽ പോകാതെ ഇരുന്ന് പ്രാർത്ഥിച്ച ഓർമ്മകളൊക്കെ ഉണ്ട്. എൻ്റെ പിതാവ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മാതാവിന് ഈ വിശ്വാസത്തോട് വളരെ പ്രതികൂലമായിരുന്നു, എതിർത്ത് നിന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ പിന്നീട് എൻ്റെ പിതാവിന്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് എൻ്റെ മാതാവും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ മാതാവ് സ്ട്രോങ് ആയി ഈ വിശ്വാസത്തിൽ വന്നു. അങ്ങനെ ഞങ്ങൾ വളഞ്ഞവട്ടം IPC നിന്നും 4 കോടി IPCയിലേക്ക് എൻ്റെ പിതാവിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആ കൈപിടിച്ച് നടത്തിയ കർത്താവദാസൻ ജോർജ് പാസ്റ്റർ പറഞ്ഞ അദ്ദേഹവും തങ്കച്ചൻ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു കർത്തദാസനും 4 കോടിയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. ആ പ്രവർത്തനത്തോട് ചേർന്നാണ് ഞങ്ങൾ ആത്മീയമായി അവിടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നത്. ആ കാലഘട്ടങ്ങളിൽ ആത്മീക സന്തോഷം വളരെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മീക സന്തോഷമായിരുന്നു. ഞങ്ങള് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടികളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സഭയിലേക്ക് ഏറ്റവും ആദ്യം കടന്നു ചെല്ലുന്ന ഒരാള് ഞാനായിരുന്നു. അങ്ങനെ അവിടെ കടന്നു ചെല്ലുന്ന സാഹചര്യത്തിൽ 4 കോടി സമീപമുള്ള കാലായിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ മുറിക്കകത്തായിരുന്നു അന്നത്തെ കാലത്ത് ആരാധന. വളരെ ആത്മീക സന്തോഷത്തോടു കൂടിയുള്ള ആരാധനയാണ്. ചുരുക്കം ആളുകൾ, ഏതാണ്ട് 2 അമ്മച്ചിമാരും പിന്നെ എൻ്റെ പിതാവും മറ്റ് 2-3 ദൈവദാസന്മാർ മാത്രമായിട്ടൊക്കെ കൂടി വരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. എങ്കിലും വളരെ ആത്മനിറവോട് കൂടിയ അതേ ഒരു കൂട്ടായ്മയായിരുന്നു. വളരെ ശക്തമായ ആത്മീക സന്ദേശങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തെ ആത്മീകത്തിൽ പിടിച്ചു നിർത്തുവാനും വലിയ പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ താഴാതെ മുൻപോട്ട് പോകുവാനൊക്കെ ദൈവം നടത്തിയ അവസരങ്ങളെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അനേക പ്രതിസന്ധികൾ, അനേക പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എൻ്റെ ഭവനത്തിന്റെ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ പിതാവ് ഈ രോഗശാന്തി എന്ന് പറയുന്ന ആ ഒരു വിശ്വാസ മാർഗത്തിലൂടെ സഞ്ചരിച്ചത് കൊണ്ട് അങ്ങനെയുള്ള ശക്തമായ ഒരു ആത്മീയ അനുഭവത്തിലൂടെ മുൻപോട്ട് പോയി. എങ്കിലും എൻ്റെ മാതാവിന്റെ മാതാവ് ഒക്കെ രോഗികളായി വളരെയധികം ഭാരപ്പെട്ട ഒരു സമയങ്ങളായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസത്തിൽ തീവ്രമായി അല്ലെങ്കിൽ ശക്തമായി നിന്ന ഒരു കാലമായിരുന്നത് കൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ അമ്മയുടെ അമ്മ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വീട്ടുമുറ്റത്തെ മുട്ടിന് മുകളിൽ വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രഭാതത്തിൽ എൻ്റെ അമ്മയുടെ അമ്മ പെട്ടെന്ന് ശാരീരികമായ ഒരു അസ്വസ്ഥത വന്നു, മരിച്ചുപോയി എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയൊക്കെ വലിയ നിലവിളി കരച്ചിലുമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിലുള്ളവരൊക്കെ വള്ളത്തേലും ഒക്കെ ഞങ്ങളുടെ വീടുകളിൽ കടന്നു വീട് നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. വായിക്കൂടെ നുരിയും പതയും ഒക്കെ വന്ന് കണ്ണൊക്കെ മറഞ്ഞു പോയി. എൻ്റെ പിതാവ് തന്നെ തിരുമ്മി ആ കണ്ണുകൾ അടച്ചു. എന്നാൽ പെട്ടെന്ന് എൻ്റെ പിതാവിന്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ, ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. എന്ത് ചെയ്യും? ഞാൻ അന്ന് എനിക്ക് ഏകദേശം ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ നോക്കി നിൽക്കുമ്പോൾ കണ്ടൊരു കാഴ്ച, എൻ്റെ പിതാവ് എൻ്റെ അമ്മയുടെ അമ്മയുടെ അഥവാ വല്യമ്മയുടെ, ഞങ്ങൾ വല്യമ്മച്ചി എന്നാണ് വിളിക്കുന്നത്, അവിടെ ഞങ്ങൾ മുത്തമ്മ എന്നാണ് നാട്ടിൽ മുഴുവനും പറയുന്നത്, അമ്മച്ചിയുടെ 2 കവളിലേക്കും കൈകൾ വെച്ച് അത് കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഡയറക്റ്റ് കണ്ടൊരു കാഴ്ചയാണ്. പ്രാർത്ഥിച്ച് തീരുന്ന സമയത്ത് പെട്ടെന്ന് തുമ്മി എൻ്റെ അമ്മയുടെ അമ്മ ജീവനിലേക്ക് തിരികെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം പിന്നീട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. കാരണം എൻ്റെ അമ്മയുടെ അമ്മ വിശ്വാസ മാർഗത്തിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ അന്നു മുതൽ വളരെ ട്രീറ്റ്മെന്റുകൾ ചികിത്സാപരമായിട്ടൊക്കെ എൻ്റെ വല്യമ്മയ്ക്ക് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം എൻ്റെ മാതാവ്
ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്നോഫീലിയ, അതുപോലെ ശ്വാസമുട്ടൽ, ഇങ്ങനെയുള്ള വളരെ ശാരീരിക ക്ഷീണത്തിലൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോഴൊക്കെ അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും ദൈവമക്കളുടെ ഒക്കെ പ്രാർത്ഥനയും വളരെ അനുഗ്രഹമായി സൗഖ്യത്തോടൊക്കെ ബലത്തോടൊക്കെ വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഏകദേശം 2001 കാലയളവിൽ, അന്നാണ് ഞാൻ പൂർണ്ണമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങുവാനിടയായി തീർന്നത്. 2001 എന്റെ മാതാവിന് ഹാർട്ട് സംബന്ധമായിട്ട് വളരെ സീരിയസ് ആയ ഒരു രോഗം ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ ഹാർട്ട് സംബന്ധമായിട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഏകദേശം 15 ദിവസത്തോളം എഴുന്നേൽക്കാൻ കഴിയാതെ, കിടക്കാൻ കഴിയാതെ, ചാരി തലകണകളൊക്കെ വെച്ച് അങ്ങനെ ചാരി 15 ദിവസത്തോളം കിടന്ന ഒരു അനുഭവം ഉണ്ടായി. അന്ന് ഞാൻ എറണാകുളത്ത് സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുകയാണ്. 2001 ഞാൻ പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് കടന്നു പോകുന്നത്. ആ സമയത്ത് ആണ് എന്റെ മാതാവിന് ഇങ്ങനെ ഒരു രോഗം കടന്നു വരുന്നത്. ആ അവസരത്തിൽ ഡോക്ടർമാർ പറഞ്ഞു 6 മാസമേ എന്റെ മാതാവ് ജീവിച്ചിരിക്കുകയുള്ളൂ, വെല്ലൂര് കൊണ്ടുപോയി ഹൃദയം മാറ്റിവെക്കണം എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ സാമ്പത്തികമായി വളരെ പരാധീനത ഉള്ളത് കൊണ്ടും അന്നത്തെ കാലഘട്ടത്തിൽ വെല്ലൂര് കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം ആയതുകൊണ്ടും എന്റെ പിതാവ് അത് വിസമ്മതിച്ചു. അപ്പോൾ ഡോക്ടർമാർ, പിതാവ് അവിടെ സായിപ്പിന്റെ ആശുപത്രിയിൽ മെഡിക്കൽ മിഷൻ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ശക്തമായി അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഒരാളും ആയതുകൊണ്ട് ഡോക്ടർമാരുമായിട്ടൊക്കെ വളരെ ആത്മീയ ബന്ധങ്ങൾ ഉണ്ട്. പ്രധാനക്കാരുടെ ഹോസ്പിറ്റലിലാണ് ഇപ്പം അത്. എന്നാൽ അന്ന് സായിപ്പിന്റെ ആശുപത്രി എന്നാണ് അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ പിതാവിനോട് ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് പൈസ സംഘടിപ്പിച്ച് തരാം, എന്നാൽ ബാക്കി പൈസ സംഘടിപ്പിച്ച് വെല്ലൂര് കൊണ്ടുപോയി ഹൃദയം മാറ്റിവെക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ എന്റെ പിതാവ് പറഞ്ഞു, നിങ്ങൾ ഇനി എത്ര തന്നെന്ന് പറഞ്ഞാലും ബാക്കി പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ പിതാവിനെ വിശ്വാസത്തിലേക്ക് നയിച്ച ആ വിശ്വാസത്തിലെ പിതാവ് എന്ന് പറയുന്ന ദൈവദാസൻ കടന്നു വരികയും എന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. 15 ദിവസമായി എഴുന്നേൽക്കാനും കിടക്കാനും കഴിയാതിരുന്ന എന്റെ മാതാവ് അന്ന് കിടക്കുവാനിടയായി തീർന്നു. എന്നാൽ പിന്നീട് അനന്തരമായി ക്രമേണ പൂർണ്ണമായ സൗഖ്യം ദൈവം നൽകി തന്നു. വെല്ലൂര് കൊണ്ടുപോയി ഹൃദയം മാറ്റിവെച്ചാൽ 1 വർഷത്തെ ഗ്യാരണ്ടിയാണ് എന്റെ മാതാവിന് അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. എന്നാൽ വീട്ടിൽ ഒരാളായിട്ട് ഇങ്ങനെ ഇരിക്കാം, ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കച്ചി പോലും, ഒരു വൈക്കോല് പോലും എടുക്കാൻ കഴിയത്തില്ല, ഒരാളായിട്ട് മാത്രം ഇങ്ങനെ ഇരിക്കാനേ സാധിക്കൂ എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് ഏകദേശം 25 വർഷമായി 6 മാസത്തെ ഗ്യാരണ്ടി പറഞ്ഞ എന്റെ മാതാവ് ഇന്നും ജീവനോടെ ഇരിക്കുന്നു. തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് സാധ്യമായി എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള വിശ്വാസ അനുഭവങ്ങൾ ഖണ്ഡിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ അനുഭവത്തെ മറ്റൊരു അനുഭവം കൊണ്ട് ഖണ്ഡിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി ദൈവത്തിങ്കിലേക്ക്, ഞങ്ങളെ ദൈവിക വിശ്വാസത്തിലേക്ക് ഞങ്ങളെ കൂടുതലായി അടുപ്പിക്കുവാനും അല്ലെങ്കിൽ ആ വിശ്വാസ മാർഗത്തിലൂടെ മുൻപോട്ട് സഞ്ചരിക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപൂരിതമായ ഒരു സാഹചര്യം തന്നെയാണ്. വളരെ പ്രതികൂല സാഹചര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഉണ്ടായ ഓർമ്മകൾ എനിക്കുണ്ട്. ഒരുപക്ഷെ ഈ വിശ്വാസ മാർഗത്തിലൂടെ അല്ലായിരുന്നുവെങ്കിൽ ഭൂമിയുടെ മുഖത്ത് തന്നെ കാണാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒത്തിരി അനുഭവങ്ങൾ, മരണകരമായതായ പ്രതിസന്ധികളും അതുപോലെ വളരെ തിക്തമായ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായ ഓർമ്മകളുണ്ട്. എന്റെ പെങ്ങൾ ഇന്ന് ബീഹാറിൽ സുവിശേഷ വേല ചെയ്യുകയാണ്. സാലി എന്നാണ് പേര്, ഇപ്പോൾ സലോമി എന്നാണ്. ബീഹാറിൽ ചെന്നപ്പോൾ പേര് സ്വീകരിച്ചിരിക്കുന്ന എന്റെ ഓർമ്മ അരോമ ടിവിയിൽ ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. വളരെ സങ്കീർണമായ സാഹചര്യത്തിലൂടെ എന്റെ പെങ്ങൾ കടന്നുപോയ സാഹചര്യം എന്റെ ഓർമ്മയിലുണ്ട്. അത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു കണ്ണിന് അല്പം കാഴ്ച ഉണ്ടായിരുന്നു. ആ കാഴ്ച വെച്ചുകൊണ്ടാണ് മുൻപോട്ട് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇങ്ങനെ കാഴ്ചയില്ല എന്ന് അറിയില്ല. എന്നാൽ അടുത്ത് സഹകരിച്ചിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇതിനെപ്പറ്റി അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. എന്നാൽ ആ ട്രീറ്റ്മെന്റിൽ വേണ്ടതായ യാതൊരു വിധമായ പ്രതീക്ഷകളും ഡോക്ടർമാർക്ക് നൽകാൻ കഴിഞ്ഞില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനാണ് എന്റെ പെങ്ങളുടെ കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. നന്ദിയാർവട്ടം എന്ന് പറയുന്ന ഒരു വെള്ള പൂവും അതിനോട് ചേർന്ന് ഈ ഒരച്ച് ചേർക്കുന്ന ഒരു ചെറിയ മരുന്നുമൊക്കെ അത് മിക്സ് ആക്കിയിട്ട് കൈവെള്ളയിലിട്ട് തിരുമി
ആ കൈവെള്ളയിൽ തള്ളവിരൽ കൊണ്ട് അമക്കി ചെറുവിരലിലൂടെ ഈ കണ്ണിലേക്ക് മരുന്ന് ധാരാളം സമയം ഒഴിച്ചു കൊടുത്തൊരു ഓർമ്മ എന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ കാഴ്ച ലഭിക്കുകയില്ല എന്നാണ് ഡോക്ടർമാര് പറയുവാനിടയായി ചേർന്നത്. എന്നാൽ ദൈവകൃപയാൽ രണ്ട് കണ്ണിനും കാഴ്ച മടങ്ങി അത് കിട്ടുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഇന്ന് രണ്ട് കണ്ണിനും കാഴ്ചയുള്ളവളായി ബീഹാറിൽ സുവിശേഷ വേല ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഒരു താല്പര്യം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. പണ്ട് കർത്താവിന്റെ കാലത്ത് മാത്രമല്ല, ഇന്നും ദൈവം അത്ഭുതം ചെയ്യുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്റെ ജ്യേഷ്ഠൻ 10ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് മാനസികമായി ഡിപ്രഷൻ ഉണ്ടാകുകയും അങ്ങനെ വളരെ പ്രതിസന്ധിയിലേക്ക് എന്റെ ജ്യേഷ്ഠൻ കടന്നു പോവുകയും ചെയ്തു. ദീർഘനാളുകൾ ട്രീറ്റ്മെന്റിലൂടെ ഒക്കെ കടന്നുപോയ സാഹചര്യങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാതെ അതിനകത്ത് തന്നെ പാർക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ട്. നാട് മുഴുവനും അപമാനിക്കപ്പെട്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ മാനസികമായി മുറിവുകൾ ഹൃദയത്തിനുണ്ടാകുന്ന നിലവാരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയി. ചേട്ടന്റെ മാനസിക സംഘർഷമായ സാഹചര്യങ്ങളുടെ നടുവിലൊക്കെ മരണകരമായ സാഹചര്യങ്ങൾ എന്റെ ജ്യേഷ്ഠന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എടുത്തു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിലേക്ക് പോകുന്നില്ല. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ മരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി. എന്നാൽ ആ സാഹചര്യങ്ങളുടെ നടുവിൽ പെട്ടെന്ന് അവിടേക്കൊക്കെ കോട്ടയം മന്ദിര മാങ്ങാന ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മരിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെല്ലുകയും അത് കാണുകയും ആ ഉദ്യമത്തിൽ നിന്നൊക്കെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്ത ഒരു ഓർമ്മ എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങളുടെ ബാല്യകാലങ്ങളിൽ ഞങ്ങൾ ഈ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് വരുവാൻ ഇടയായി തീർന്നത്. ഇത്രയും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകാൻ കഴിഞ്ഞത് ഞങ്ങളുടെ അകത്തു വീണ ദൈവിക വചനമാണ്. ഞങ്ങളുടെ സഭകളിൽ അന്നത്തെ കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാർ ശുശ്രൂഷിച്ച ശക്തമായ ദൈവിക വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ചുള്ള വലിയ ഒരു അവബോധം ആ വചന ശുശ്രൂഷയിലൂടെ ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞു. ഉപദേശപരമായ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു ആത്മീക കാലഘട്ടം എന്ന് പറയുന്നത്. അവിടെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗതുല്യമായ ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ സഭ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എല്ലാ കുടുംബങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ, ഒരു കുടുംബം പോലെ. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവധി വരുമ്പോൾ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിശ്വാസ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ഒക്കെ പോയി നിൽക്കുകയും താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മീക സംഗമങ്ങളിലൂടെ ഒക്കെ മുൻപോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള വലിയ ദൈവപ്രവർത്തികൾ സഭയിൽ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ തീപ്പൊരി ആരാധന എന്ന് പറയുന്നത് പോലെ വലിയ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന, ഭൂതങ്ങൾ അലറി ഓടുന്ന, രോഗികൾ സൗഖ്യമാകുന്ന ഒക്കെ വലിയ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തെ ദൈവിക വചനങ്ങളും അല്ലെങ്കിൽ ആത്മീക അനുഭവങ്ങളും ഒക്കെ കണ്ടും കേട്ടും വന്നതുകൊണ്ട് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആത്മീക അനുഭവങ്ങൾക്ക് അപ്പുറമായിട്ട് വരുന്നതിനെ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ മുൻപോട്ട് വിശ്വാസത്തിൽ തീവ്രമായി ചുവടുവെക്കുവാൻ കഴിഞ്ഞത് ശരിക്കും ബാല്യകാലങ്ങളിൽ ലഭിച്ച അടിത്തറയാണ്. സൺഡേ സ്കൂളിലൂടെ PYP-യിലൂടെ ഒക്കെ വളരെ സജീവമായി ശക്തമായി ഞങ്ങളുടെ സഭയിലെ യുവാക്കന്മാരെ ഉയർത്തിക്കൊണ്ട് വന്നു. ശരിക്കും ഞാനും അങ്ങനെ ഒരു ആത്മീക പശ്ചാത്തലത്തിലൂടെയാണ് വളർന്നു വരുവാനിടയായി തീർന്നത്. സൺഡേ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒക്കെ പഠിച്ച ഒരു ഓർമ്മയുണ്ട്. അതിനുശേഷം സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഓർമ്മകളൊക്കെ ഉണ്ട്. അങ്ങനെ ശക്തമായ ഒരു ആത്മീക അടിത്തറയിലൂടെ മുൻപോട്ട് കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ചെറുപ്പകാലങ്ങളിൽ തന്നെ ഈ ഒരു ആത്മീക അനുഭവങ്ങളിലൂടെ മുൻപോട്ട് സഞ്ചരിച്ചത് കൊണ്ട് തന്നെ ലോകത്തിന്റെ മറ്റുള്ള പാപങ്ങളിലൊക്കെയോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുന്നതായ മറ്റൊരു മേഖലയിലേക്കോ ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ജീവിതത്തിൽ ഒരു അഭിമാനകരമായ വസ്തുത തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ വലിയ സാക്ഷ്യങ്ങൾ ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല. അല്ലെങ്കിൽ തല്ലിയെന്നോ അടിച്ചെന്നോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച സമയങ്ങളൊക്കെ വഴക്കുണ്ടാക്കിയ ഓർമ്മകളല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുവാൻ തക്കതായ കാര്യങ്ങളില്ല. കാരണം അങ്ങനെ ഒരു ആത്മീയമായ പക്വമായ അനുഭവത്തിലൂടെ ഞങ്ങളുടെ കുടുംബവും സഭയും ഒക്കെ ഞങ്ങളെ വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു വസ്തുത തന്നെയാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ചെറുപ്പം മുതലേ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സഭയിലുമൊക്കെ വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ സഭയിൽ ശുശ്രൂഷിക്കാൻ ഞങ്ങളുടെ സഭയിലുള്ള ദൈവദാസന്മാർ എനിക്ക് അവസരം തരുമായിരുന്നു. അങ്ങനെ ഏകദേശം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചു തുടങ്ങി. ഞങ്ങളുടെ സഭയുടെ ഒരു പരസ്യയോഗത്തിൽ ആദ്യമായിട്ട്
നാലുകോടിക്ക് സമീപം പായിപ്പാടിനടുത്ത് മണിമുറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു റബ്ബർ തോട്ടത്തിന്റെ അകത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി പരസ്യോഗത്തിന് പ്രസംഗിക്കുന്നത്. അന്ന് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ശബ്ദത്തിൽ ആവേശത്തോടെ തീവ്രമായിട്ട് പ്രസംഗിക്കുന്ന ഒരു കാലമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ പരിസരവാസികളായ ധാരാളം ആളുകൾ അവിടെ ഓടിക്കൂടുവാനിടയായി തീർന്നു. അങ്ങനെ ശുശ്രൂഷയുടെ ഒരു ചുവടുവയ്പ് പൊതുവിൽ അങ്ങനെയാണ് ആരംഭിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരസ്യോഗത്തിന് ആദ്യമായി അവിടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് സൺഡേ സ്കൂൾ, PUK താലന്ത് പരിശോധനകളിൽ ലോക തലങ്ങളിൽ മുതൽ സംസ്ഥാന തലങ്ങളിൽ വരെ പ്രസംഗിക്കുവാനും ഫസ്റ്റും സെക്കൻഡും ഒക്കെ ആയിട്ട് ലഭിക്കപ്പെടുവാനും കുമ്പനാട്ടിൽ നിന്നൊക്കെ സമ്മാനങ്ങൾ ലഭിക്കപ്പെടുവാനും ഒക്കെ ആയി ഇടയായി തീർന്നിട്ടുണ്ട്. ആ ഒരു ആത്മീയ പശ്ചാത്തലങ്ങൾ ശുശ്രൂഷയുടെ ഒരു വഴികളിലേക്ക് നയിച്ചു. മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ സുവിശേഷ വേലയെ കുറിച്ച് ഒരു വലിയ ആത്മഭാരം എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഭാരത സുവിശേഷീകരണം എന്നതിനെ കുറിച്ച് ചെറുപ്പത്തിൽ വലിയൊരു സ്വപ്നം എൻ്റെ അകത്തുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ആകാംക്ഷ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സുവിശേഷ വേലയോടുള്ള ഭാഗമായിട്ടാണ് വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ ഞാൻ അധികം വാർത്തിട്ടില്ല. ഞങ്ങളുടെ ചർച്ചിലായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമയങ്ങൾ ദൈവദാസനോട് കൂടെ അവരുടെ മക്കളോട് കൂടെ സഭയിൽ ആയിരുന്നു കൂടുതൽ സമയങ്ങൾ താമസിച്ചിട്ടുള്ളതും. ഞാൻ കോളേജിൽ പഠിക്കുന്ന ചങ്ങനാശ്ശേരി NSS കോളേജിലാണ് എൻ്റെ BA ഡിഗ്രി വിദ്യാഭ്യാസം ഞാൻ ചെയ്തത്. ആ കാലയളവിൽ നല്ലൊരു ശതമാനം സഭയിൽ ആരാധന നടക്കുന്ന ഭവനത്തിൽ ദൈവദാസനോട് കൂടെയാണ്, ദൈവദാസന്റെ കുഞ്ഞുങ്ങൾ അവര് 3 പേരുണ്ട്, അവരോട് കൂടെ ഒക്കെയാണ് ഞാൻ താമസിച്ചതും കോളേജിലൊക്കെ കടന്നുപോയതും. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർക്കൊക്കെ പാസ്റ്ററുടെ മോനായിട്ടാണ് ഇപ്പോഴും എന്നെ അറിയുന്നത്. ഞങ്ങളുടെ സെന്ററിലുള്ള പല പാസ്റ്റർമാർക്കും ആ ദൈവദാസന്റെ മകനായിട്ടാണ് എന്നെ അറിയുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പേര് EP ഡേവിഡ് എന്നാണ്. സൺഡേ സ്കൂൾ PUK പ്രവർത്തനങ്ങളിൽ ലോക്കൽ തലങ്ങൾ മുതൽ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ 2 മക്കളുണ്ട്, സന്തോഷ് ഡേവിഡ്, സതീഷ് ഡേവിഡ്, ജയമോൾ എന്നാണ് 3 മക്കൾ. അവരും സുവിശേഷ വേലയുടെ ഭാഗമായിട്ടിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ 2 മക്കൾ സന്തോഷ് ഡേവിഡും സതീഷ് ഡേവിഡും അവർ രണ്ടുപേരും IPCയിലെ ദൈവസഭയുടെ ശുശ്രൂഷകന്മാരായി ഇന്ന് മുമ്പോട്ട് പോവുകയാണ്. അവരോട് കൂടെ ഒരുമിച്ച് അനേക ശുശ്രൂഷകളിൽ കടന്നു പോകുവാൻ അന്നത്തെ കാലഘട്ടങ്ങളിൽ എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ EP ഡേവിഡ് എന്റെ ശുശ്രൂഷയിൽ ഒത്തിരി കൈത്താങ്ങലുകൾ നൽകിയിട്ടുള്ള ഒരു കർത്താവിന്റെ ദാസനാണ്. ഇന്ന് അദ്ദേഹം ശാരീരികമായി സുഖമില്ലാതെ രോഗശൈലിയിലായിരിക്കുന്നു. ഈ അവസരത്തിൽ ദൈവമക്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും കൂടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ സഭകളിൽ ശുശ്രൂഷിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ സഭകളുടെ ശുശ്രൂഷകളിൽ ശക്തമായി മുൻപോട്ട് അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വീടുകളിലും അതുപോലെ സഭകളിലുമുള്ള ശുശ്രൂഷകളിൽ വചനം സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്ന ഓർമ്മകളുണ്ട്. എന്നാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി പരസ്യമായിട്ട് പരസ്യോഗത്തിന്, അന്ന് മൈക്കൊന്നുമില്ല, തൊണ്ട കൊണ്ടുള്ള ശബ്ദം കൊണ്ട് തന്നെയാണ് ശരിക്കും ആ പരസ്യോഗത്തിന് പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നത്. ശരിക്കും അത് എൻ്റെ ജീവിതത്തിലെ ഒരു തുടക്കമായിരുന്നു. പിന്നീട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മൈക്കിലൂടെ ഞാൻ പരസ്യോഗത്തിന് പ്രസംഗിക്കുന്ന ചങ്ങനാശ്ശേരി മാർക്കറ്റിന്റെ അകത്താണ്, ചങ്ങനാശ്ശേരി ചന്തക്കകത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൈക്കിലൂടെ ഞാൻ പ്രസംഗിക്കുന്നു. അന്ന് ചങ്ങനാശ്ശേരി IPC സഭയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ KC തമ്പി വേങ്ങൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹവുമായി ആ മൈക്ക് സെറ്റുമായി ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പരസ്യയോഗങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിനകത്താണ് ഞാൻ മൈക്കിലൂടെ ഒരു പ്രഭാഷണം നടത്തുവാനിടയായി ചേർന്നത്. അത് ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ഓർമ്മയാണ്. ശക്തമായി ദൈവവചനം സംസാരിപ്പാൻ അന്ന് ഇടയായി തീർന്നത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ മുൻപോട്ടുള്ള സമയങ്ങളിൽ ശുശ്രൂഷാപരമായിട്ടും മറ്റ് ആത്മീക പ്രവർത്തനങ്ങളും ഒക്കെ സജീവമായി സഭയോടും മറ്റു മേഖലകളിലും ഒക്കെ ബന്ധപ്പെട്ട് മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിന് 2001 ഞാൻ സുവിശേഷ വേലയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ഇറങ്ങുവാൻ പോകുന്ന സമയത്ത് എന്നോട് കൂടെ ഒരുമിച്ച് പഠിച്ച എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് ബാങ്കിൽ ഒരു ജോലി തരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. അന്ന് ഞാൻ എറണാകുളത്ത് ഇന്ത്യ ക്യാമ്പസ് ക്രൂഷ്യൽ ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുള്ള ബന്ധത്തിൽ എറണാകുളത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ജോലിയുമായിട്ട് എൻ്റെ അടുക്കൽ വന്നത്. പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പോകാനിരിക്കുന്ന സമയത്ത് സുവിശേഷ വേലയ്ക്ക് പോകാനിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ജോലി തരപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഭാഗികമായിട്ട് അങ്ങനെ ചെയ്ത് സുവിശേഷ വേല ചെയ്യാം എന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടായി. പക്ഷെ പിന്നീട് ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഉദ്യമം ഉപേക്ഷിക്കാൻ എൻ്റെ മനസ്സിലൊരു പ്രേരണ ഉണ്ടായി. അങ്ങനെ ആ ജോലി വേണ്ട എന്ന് വെച്ച് പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പോയി. അന്ന് ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ കോട്ടയത്തേക്കാണ് പോയത്. കോട്ടയത്ത്
സമയത്ത് എത്തിയപ്പോൾ എറണാകുളത്തേക്ക് എന്നെ ക്യാമ്പസ് ക്രൂസൈഡിന്റെ സ്റ്റാഫായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ എറണാകുളത്ത് ഞാൻ കലൂര് ചെന്ന ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റിന്റെ ഓഫീസിൽ ചെന്ന സുവിശേഷ വേലയുടെ എന്റെ പ്രാരംഭ കാലഘട്ടം ആരംഭിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ശരിക്കും എന്റെ ജീവിതത്തിന്റെ നല്ല ഒരു സമയമായിരുന്നു. അനേക പ്രവർത്തനങ്ങൾ ക്യാമ്പസ് ക്രൂസൈഡ് എന്ന ആ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. എറണാകുളം കലൂര് പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ഞാൻ ഏകദേശം ചില ദിവസങ്ങൾക്ക് ശേഷം വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപിലേക്ക് സുവിശേഷ പ്രവർത്തനമായിട്ട് കടന്നുപോയി. അവിടെ വൈപ്പിനിൽ പുതുവൈപ്പ് അടുത്തുള്ള ഒരു സ്ഥലത്ത് വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഒരു 5 പേർ അവിടെ താമസിച്ച് പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അനേക പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തു. അതിനുശേഷം ഞാൻ ചെറായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്യാമ്പസ് ക്രൂസൈഡിന്റെ പ്രവർത്തനമായിട്ട് കടന്നുപോയി. അവിടെ ചെന്ന് ധാരാളം ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഓർമ്മയുണ്ട്. എന്നാൽ അവിടെ വെച്ച് ഒരു വലിയ ഒരു പ്രതിസന്ധി സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കുണ്ടായി. മുനമ്പം ഹാർബറിൽ ഞങ്ങൾ സുവിശേഷം പറയാൻ പോയ ഒരു സാഹചര്യം ഉണ്ടായി. ട്രാക്ട് വിതരണത്തിനും സുവിശേഷം പറയുവാൻ വേണ്ടി മുനമ്പം ഹാർബറിൽ ഞങ്ങൾ ചെന്ന സുവിശേഷം പറയുന്ന ഒരവസരത്തിൽ ഒരു സഹോദരന്റെ അടുക്കൽ ഞാൻ കൊണ്ടുവന്ന ഒരു ട്രാക്ട് കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, സഹോദര ഇതെന്താണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് നമുക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് ഞങ്ങൾ എഴുതി കൊണ്ടുവന്നതാണ്, ഇത് വായിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എനിക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വായിച്ച് കേൾപ്പിക്കാം. അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു മീൻ അടുക്കി വെച്ച ബോക്സുകളുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ ട്രാക്റ്റുകൾ ഞാൻ അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ ഓരോന്നായിട്ട് കൂടി വരികയാണ്. 2 പേരായി, 3 പേരായി, 5 പേരായി, 10 പേരായി, അങ്ങനെ ഏകദേശം ഒരു 10-30 അതിലധികം ആളുകൾ ചുറ്റും ഇങ്ങനെ കൂടി. ആട് കൂടുന്ന കണ്ടപ്പോൾ എനിക്കൊരു ആവേശമായി. ഞാൻ ആവേശത്തോടെ ഈ ട്രാക്ട് വായിച്ച് കേൾപ്പിക്കുകയാണ്. കേൾപ്പിച്ച ഒരു പകുതി ഭാഗം വന്നപ്പോൾ നിർത്തട എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് അതിനകത്ത് ഒരാൾ എന്റെ കോളറിൽ കയറി പിടിച്ചു. അന്ന് എന്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എന്റെ അടുക്കൽ ഓടി മാറി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ദൈവദാസനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹം എന്റെ അടുക്കലേക്ക് ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ കടന്നു വന്ന് കയറി. അങ്ങനെ അവര് ഞങ്ങളെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു, അടിക്കുകയൊക്കെ ചെയ്തെങ്കിലും കൂടെയുള്ളവർ തടഞ്ഞു. എന്നാലും 2-2.5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളും സംഭാഷണങ്ങളുമായിട്ട് പോയി. അതിനിടയിൽ ആളുകൾ അടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ കൂടെയുള്ളവർ തന്നെ തടയുന്നത് കൊണ്ട് ഒരടിയും ഞങ്ങളുടെ ദേഹത്ത് കൊണ്ടില്ല. അവര് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്തു. അങ്ങനെ ഒരു 2.5 മണിക്കൂറോളം ഏകദേശം അവിടെ മാനസികമായും അതുപോലെ ഞങ്ങൾ വളരെ പീഡനത്തിലൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒരു സന്ധി സംഭാഷണത്തിലൂടെ ഞങ്ങളും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവര് പറഞ്ഞ കാര്യങ്ങൾക്ക് ആത്മീകമായിട്ടും മറ്റുള്ള വിധത്തിലും ഒക്കെ മറുപടി പറഞ്ഞു. അപ്പോൾ കൂടിയ ആളുകൾ, ഞാൻ ഇതൊരു പരസ്യവേദി ആയതുകൊണ്ട് ആരാന്ന് പറയാൻ ഞാൻ മുതിരുന്നില്ല. സുവിശേഷ വിരോധികൾ എന്ന് മാത്രം അതിനെ ഞാൻ പറയുകയാണ്. എന്നാൽ അത് ആ സംഗമം അവിടെ വെച്ച് ഞങ്ങൾ പിരിയുമ്പോൾ ആ സുവിശേഷ വിരോധികളുടെ തലവനായ സുജി എന്ന് പറയുന്ന ആള് വളരെ ഞങ്ങളുമായി മാനസികമായി അടുത്ത്, ശരിക്കും പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം കൊടുത്തൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് പിരിയുന്നത്. പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആ പ്രവർത്തനം ഇളന്തിക്കര, പറവൂര്, അക്കരെ, പുത്തമ്പേരിക്കരയ്ക്കടുത്ത് ഇളന്തിക്കര എന്ന് പറയുന്ന അവിടെയുള്ള സിബി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചു. അവിടെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഇതുപോലെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ ധാരാളം പ്രതിസന്ധികൾ അവിടെ ഉണ്ടായി. അങ്ങനെ കാലക്രമേണ പിന്നീട് അവിടെ മാളയ്ക്കടുത്ത് പൂപ്പത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങള് ഒരു കോളനിക്കകത്ത് ഒരു ആരാധന ആരംഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആരാധന ശക്തിപ്പെട്ടു. ധാരാളം ആളുകൾ കടന്നു വരുവാനിടയായി തീർന്നു. സുവിശേഷം കേട്ടും അറിഞ്ഞും ധാരാളം ആളുകൾ അവിടെ കടന്നു വന്നു. എന്നാൽ അവിടെ കടന്നു വന്ന സാഹചര്യത്തിൽ ആട് കൂടുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടായി. ഒരു ദിവസം ആരാധന നടക്കുന്ന സമയത്ത് 300-300ഓളം ആളുകൾ വന്ന് അവിടെ വളഞ്ഞ് പന്തവും തീയും ഒക്കെ കൊളുത്താൻ വന്നിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വലിയൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഭവനത്തിന്റെ ഉടമസ്ഥൻ പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും അങ്ങനെ പോലീസ് വന്ന് അവിടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവിടുത്തെ പ്രവർത്തനം താൽക്കാലികമായി പുത്തമ്പേരിക്കരയിലേക്ക് മാറ്റി. ആ പ്രവർത്തനം അവിടെ നടക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ തിരികെ നാട്ടിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇങ്ങനെയുള്ള ഈ പ്രവർത്തന മേഖലകളിലൂടെ ഒക്കെ വലിയ അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കുവാനും ഒത്തിരി ആളുകളെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ നാമനിമിത്തം നിങ്ങൾ അപ്പനെയും അമ്മയും ഒക്കെ വിട്ടാൽ 100 മടങ്ങ് മാതാപിതാക്കളെ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിന്റെ ഒക്കെ വിവിധ ഭാഗങ്ങളിൽ എവിടെ ചെന്നാലും മക്കളെ എന്ന് വിളിക്കുന്ന, മകനെ എന്ന് വിളിക്കുന്ന ധാരാളം ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഒരു മകനെ പോലെ കരുതുന്ന ധാരാളം ആളുകൾ
ഈ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സുവിശേഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കപ്പെട്ട ദൈവിക വാക്തത്വത്തിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ഈ ഭാഗം പറഞ്ഞു വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ അവസരത്തിൽ ഒന്നുകൂടെ ഇറങ്ങി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി പരസ്യയോഗത്തിന് ഞാൻ പ്രസംഗം ആരംഭിച്ചു. എന്നാൽ ആദ്യമായിട്ട് ഞാനൊരു കൺവെൻഷന് പ്രസംഗിക്കുന്നത് എൻ്റെ മാതൃസഭയുടെ കൺവെൻഷനാണ്. എൻ്റെ സ്വന്തം സഭയുടെ ഒരു കൺവെൻഷനിൽ ആദ്യമായിട്ട് ഞാൻ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു കൺവെൻഷന് ഞാൻ പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നത്. അന്നു മുതൽ അനേക വേദികളിൽ അനേക സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഏകദേശം ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും കടന്നു പോകുവാനും ദൈവവചനം സംസാരിക്കാനും ഒക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ വളരെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത് സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തുകൂടി വന്നിട്ടുള്ള അനുഭവങ്ങളാണ്. മാത്രമല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുവിശേഷ വേലയോടുള്ള ഭാഗത്തിന്റെ ഏകദേശം ഒരു സമയത്താണ് ഞാൻ കോളേജിൽ എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ പോകുന്നത്. ക്യാമ്പസ് പ്രസിഡന്റ് സ്റ്റാഫായി കടന്നു പോയതിന്റെ ഇടയ്ക്കാണ് ഞാൻ ചങ്ങനാശ്ശേരി NS കോളേജിൽ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുവാൻ ഇടയായി തീർന്നത്. ആ കാലയളവിൽ പൊതു ശുശ്രൂഷകളും അതുപോലെ കൺവെൻഷൻ വേദികളിലും ഒക്കെ ശുശ്രൂഷാപരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ കോളേജ് പോയ സമയങ്ങൾ വളരെ പരിമിതമാണ്. പിള്ളേരെ കൂട്ടുകാരൊക്കെ തമാശയ്ക്ക് ഇടയ്ക്ക് പറയും, നിന്റെ മുഖം ടീച്ചർ മറന്നുപോയി, ഇടയ്ക്കൊക്കെ ഒന്ന് വരണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി കേന്ദ്രീകൃതമായി ഞങ്ങൾ ഒരു ടീം പ്രവർത്തനം ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. ഞാനും ഞങ്ങളുടെ പാസ്റ്ററുടെ മക്കൾ സന്തോഷ് ഡേവിഡ്, സതീഷ് ഡേവിഡ്, അതുപോലെ ഞങ്ങളുടെ സഭയിലെ ഒരു ഭൂതകാല വിശ്വാസ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു സഹോദരൻ ആന്റണി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ചങ്ങനാശ്ശേരിയിൽ ഒരു ടീം പ്രവർത്തനം ഞങ്ങൾ 4 പേരും കൂടി ആരംഭിച്ചു. അത് വലിയ ഒരു പ്രവർത്തന മേഖലയായിട്ട് വളർന്നു വന്നു. 10-30 അതിലധികം ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടുന്ന കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ ടീമായി കടന്നുപോയി പ്രവർത്തിക്കുന്ന കൺവെൻഷനുകൾ, അതുപോലെ വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വലിയൊരു സംഗമമായി അത് മാറി. പിന്നീട് ശുശ്രൂഷാപരമായി പലരും പല സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ ആ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോയി. അങ്ങനെ വലിയ നിലയിൽ ആത്മീക സാഹചര്യങ്ങളിലൂടെയൊക്കെ മുൻപോട്ട് കടന്നു പോകാൻ കഴിഞ്ഞ ഓർമ്മകളുണ്ട്. ആ കാലയളവിലെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായി മുൻപോട്ട് കടന്നുപോയ ഒരു സാഹചര്യമായിരുന്നു. അനേക പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ ആ സാഹചര്യത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ എൻ്റെ വീടിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠന്റെ ആ ഒരു രോഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായി വളരെ തളർത്തിയെങ്കിലും അതിനേക്കാൾ ഞങ്ങളെ ആത്മീകത്തിൽ ദൈവം ഞങ്ങളെ ശക്തീകരിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. ആ പ്രതിസന്ധി ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റിയിട്ടില്ല, ഒന്നുകൂടി കൂടുതലായി അടുക്കുവാൻ ഇടയായി തുറന്നു. എന്നാൽ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം വിടുതൽ നൽകി എൻ്റെ സഹോദരനെ ദൈവം മുൻപോട്ട് നടത്തുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ചില നാളുകളായിട്ട് വളരെ ആശ്വാസത്തോടെ മുൻപോട്ട് കടന്നു പോവുകയാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, എൻ്റെ മാതാവ് 2001 ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് ലോകത്തോട് വിട പറയുമെന്നും 6 മാസത്തെ ഗ്യാരണ്ടി ഡോക്ടർമാർ പറഞ്ഞു. പക്ഷെ ഇന്ന് 25 വർഷമായി ഇപ്പോഴും ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മുൻപോട്ട് പോകാനുള്ള സാഹചര്യത്തിലൂടെ ദൈവം കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിന്റെ അനുഭവമായിട്ട് ഓർപ്പിക്കാനുണ്ട്. കാര്യങ്ങൾ ഒത്തിരി ഞാൻ കട്ട് ചെയ്താണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാം പറയാനുള്ള സമയം നമ്മുടെ മുൻപിലില്ലല്ലോ. ദൈവത്തിന്റെ അത്ഭുതകരമായ കരം ഞങ്ങളുടെ ജീവിതത്തെ നടത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഈ അരോമ TVയിൽ എൻ്റെ പെങ്ങൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും. എൻ്റെ പെങ്ങളുടെ മകൾ, അവൾക്ക് ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വരുന്നതിൽ ഒരു രോഗം, മാരകമായ രോഗം വന്നു. എന്നാൽ അത്ഭുതകരമായ ഒരു സൗഖ്യം ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്ന ആരോഗ്യത്തോടെ ദൈവം നടത്തുന്നു. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്ന എൻ്റെ ശുശ്രൂഷാപരമായ ഒരു സാഹചര്യത്തിൽ ഞാൻ പാളയിൽ പുത്തുപേരിക്കൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു അനുഭവം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ അവിടെ വിസിറ്റ്, ഭവന സന്ദർശനവും ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ നടത്തുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ മാള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ചെല്ലുന്ന ഒരു അവസരത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ 2001 കാലഘട്ടമാണത്. 2001 അന്ന് അവിടെ സുവിശേഷത്തോട് വലിയ വിരോധം അന്നും ഇന്നും അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് ഞങ്ങൾ മാള ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സുവിശേഷം അറിയിക്കാൻ ട്രാക്ട് വിതരണത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ശരിക്കും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വളരെ പുച്ഛഭാവത്തോടെ, അല്ലെങ്കിൽ പരിഹാസ രൂപേണയൊക്കെ അവിടെയുള്ള ആളുകൾ ഞങ്ങളെ നോക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു
മാതാവ് അബോധാവസ്ഥയിൽ ശരീരമെല്ലാം പഴുത്ത് അഴുകി ഇങ്ങനെ കിടക്കുകയാണ്. ഷുഗർ ഒക്കെ കൂടി വളരെ പ്രശ്നത്തിൽ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്ന സാഹചര്യത്തിൽ ആ മാതാവിന്റെ സഹോദരിമാർ, ജ്യേഷ്ഠത്തിമാർ ഒക്കെ ആ ബെഡിന്റെ അരികിൽ ഇരിപ്പുണ്ട്. അവര് അവരുടെ വിശ്വാസം ക്രിസ്തീയ വിശ്വാസം തന്നെയാണ്. അത് ഏതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മറ്റുള്ളവരുടെ മാനസികമായൊരു മുറിവുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വസ്തുത ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ബെഡിൽ ചീരിഞ്ഞ് അഴുകിക്കിടക്കുന്ന അബോധാവസ്ഥയിൽ കിടക്കുന്ന, മുക്കിക്കൂടൊക്കെ ട്യൂബിട്ട് കിടക്കുന്ന ഒരു മാതാവ്. ഞങ്ങൾ അവിടെ ചെന്ന് ചുറ്റുമുള്ളവരോട് സംസാരിച്ചു. അപ്പോൾ ആ മാതാവിനോട് ചേർന്ന് ഇരിക്കുന്നത് ആ മാതാവിന്റെ ഒരു മകളാണ്. ആ മകൾക്ക് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഒരു 10-18 വയസ്സ് കാണും എന്ന് എനിക്ക് തോന്നുന്നു. ആ മാതാവിനെ നോക്കുന്നത് ആ മകളാണ്. അപ്പൻ മദ്യപാനിയാണ്. ഒരു അനുജത്തിയുണ്ട്. അനുജത്തി അങ്ങനെ ഹോസ്പിറ്റലിൽ വരികയൊന്നും ചെയ്യുന്നില്ല. ഈ 18 വയസ്സോളം പ്രായമുള്ള ആ സഹോദരി അന്ന് ഒരു മഠത്തിൽ ജോലി ചെയ്യുകയാണ്. അതിനിടയ്ക്കാണ് ഇവിടെ വന്ന മാതാവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ചീഞ്ഞഴുകി അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ മറ്റു 2 അമ്മാമ്മമാരും ഒരു 2 സഹോദരങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരും ക്രിസ്ത്യാനികളാണെങ്കിലും പ്രാർത്ഥിക്കണ്ട എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ രോഗിയെ കിടക്കുന്ന മാതാവിനോട് സ്നേഹമുള്ള ഒരു സഹോദരി ആ കൂടെ ഉണ്ടായിരുന്നു. ആ സഹോദരി പറഞ്ഞു, പ്രാർത്ഥനയല്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരികെ പോന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പുച്ഛഭാവത്തോടെയാണ് ഞങ്ങളെ ആളുകൾ വീക്ഷിക്കാനിടയായി തീർന്ന, പരിഹാസത്തോടെയാണ് ഞങ്ങളെ കണ്ടത്. എന്നാൽ ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ തിരികെ മടങ്ങി ചെല്ലുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ നടന്നു ചെല്ലുന്നത് കണ്ടപ്പോൾ അടുത്തുള്ള ബെഡുകളിലുള്ളവർ ചാടി എഴുന്നേൽക്കുന്നു, മുണ്ടിന്റെ മടക്കിക്കുത്ത് അഴിച്ചിടുന്ന സ്റ്റാഫുകൾ ഒക്കെ വളരെ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ആ മാതാവിന്റെ പഴുത്തഴുകിയ ശരീരം അത് എന്താ പറയാ, ഉണങ്ങി ഇത് അടർന്നു പോയ നിലവാരത്തിൽ അത്ഭുതകരമായ ഒരു സൗഖ്യം ദൈവം കൊടുത്തത് ഞങ്ങൾക്ക് കാണുവാൻ ഇടയായി തീർന്നു. ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഇങ്ങനെ ആളുകൾ ബഹുമാനത്തോടെ അത് എഴുന്നേറ്റ് നിൽക്കുവാനൊക്കെ ഇടയായി തീർന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അത് ശക്തമായി ഞങ്ങളുടെ മനസ്സിനെ അത് പിടിച്ച് നിർത്തിയ സാഹചര്യങ്ങളാണ്. പക്ഷെ ഞാൻ ആ സാഹചര്യം പറഞ്ഞു വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ മാതാവിന്റെ മകൾ, 18 വയസ്സുള്ള ഏകദേശം പ്രായമുള്ള ആ മകൾ, ഞങ്ങൾ ചെല്ലുമ്പോൾ പൊട്ടിക്കരയുക എന്ന് പറഞ്ഞാൽ സങ്കടം പിടിച്ചു നിർത്താൻ കഴിയാതെ അലമുറയിടുന്നില്ലെങ്കിലും ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കൺട്രോൾ ചെയ്ത് കണ്ണുനീര് ധാര ഒഴുകി പൊട്ടിക്കരയുക. ഞങ്ങൾ ചോദിച്ചു, എന്താ സഹോദരി? അപ്പൊ അദ്ദേഹം ആ സഹോദരി ഞങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ്, ആ സഹോദരി അന്ന് ആ ബെഡ്, മാതാവ് കിടക്കുന്ന ആ കട്ടിലിന്റെ ബെഡ് പൊക്കിയിട്ട് അതിനകത്തുനിന്നൊരു ബ്ലേഡ് എടുത്ത് ഞങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരുന്ന അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കൊണ്ട് എന്റെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഈ മാതാവിനെ നോക്കി ഞാൻ വശം കെട്ടു. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, പിതാവ് പൈസ കൊണ്ട് തരുന്നില്ല, സഹോദരി നോക്കുന്നില്ല. ഒറ്റയ്ക്ക് ഇത്രയും മാരകമായ രോഗം വഹിക്കുന്ന ഒരു മാതാവിനെ നോക്കുന്ന ആ സാഹചര്യങ്ങൾ, പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് മാതാവിന്റെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആ കാഴ്ച, അതൊക്കെ കണ്ടുകൊണ്ട് ഞരമ്പ് മുറിച്ച് മരിക്കാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അന്ന് നിങ്ങൾ കടന്നു വന്ന് സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അന്ന് ഞങ്ങളെ അവിടെ കൊണ്ടുചെന്നത് അതെ സാക്ഷാൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. ഇതുപോലെയുള്ള ധാരാളം ആളുകൾ അതേ നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു ഓർമ്മ പലപ്പോഴും അതേ നമ്മുടെ മനസ്സിൽ വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ അനേക ഇടങ്ങളിൽ കടന്നു പോവുകയും അനേകരെ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ഒക്കെ ദൈവിക വഴികളിലൂടെയും ജീവനിലേക്കും ഒക്കെ തിരിച്ചു വരുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവം, അത് വലിയ സന്തോഷകരമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ ആ കുടുംബം അവർ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് സൗഖ്യം പ്രാപിച്ചവർ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ അവിടെ നിന്ന് പിന്നീട് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ചേർത്തലയിലേക്ക് പ്രവർത്തനം ഇന്ത്യ പെന്തക്കോസ്ത് IPCയുടെ ഒരു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആദ്യം ചേർത്തലയിലേക്ക് വരുന്നത് സിസ്റ്റർ അന്നാക്കണ്ടത്തിൽ എന്ന് പറയുന്ന കർത്തദാസിയുടെ മിസ്ബ ചർച്ചിന്റെ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിലാണ് ചേർത്തലയിൽ ഞാൻ കടന്നു വന്നത്. 1 വർഷത്തോളം മിസ്ബ ചർച്ചുമായുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചു. പിന്നീട് IPCയോടുള്ള പ്രവർത്തനത്തിൽ ഏകദേശം 7 വർഷത്തോളം ചേർത്തലയിൽ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായി പ്രക്ഷുബ്ധമായിരുന്നു. എന്നാൽ ഞാൻ അന്ന് കടന്ന സമയത്ത് ഒരു കുടുംബം അന്ന് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ ആരാധന ആരംഭിച്ചു. എന്നാൽ തിരികെ 7 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ 10ഓളം കുടുംബങ്ങൾ അവിടെ കടന്നു വരുന്ന ഒരു സാഹചര്യം
സാഹചര്യം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ആ സാഹചര്യത്തിൽ ഞങ്ങൾ ചേർത്തല ടൗണിലേക്ക് ഞങ്ങളുടെ ആരാധന ഷിഫ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. ടൗണിൽ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള മുനിസിപ്പൽ ആർക്കേഡിന്റെ മുകളിൽ ഒരു യോഗ നടക്കുന്ന ഒരു ഹോളിനകത്ത് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി യോഗ നടത്തുന്ന സഹോദരൻ സുനിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഞങ്ങൾക്ക് അവിടെ ആരാധന നടത്താൻ ഹോള് അനുവദിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഒരു ഞായറാഴ്ച ആരാധന കഴിയുന്ന വേളയിൽ സുവിശേഷ വിരോധികളായ കുറച്ച് ആളുകൾ കടന്നു വന്ന് ഞങ്ങളെ ആക്രമിക്കുവാനിടയായി തീർന്നു. എന്നെയും എന്റെ കൂടെ അസിസ്റ്റ് ചെയ്തിരുന്ന ഒരു കർത്താവിന്റെ ദാസനുണ്ട്, ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം പറഞ്ഞാൽ എറണാകുളത്ത് അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടത്ത് ഞങ്ങൾ ഒരുപക്ഷെ അറിയാമായിരിക്കും, മെൽബിൻ അത്തിപ്പൊഴി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് കലൂര് നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തിയ 21 ദിവസത്തെ ഒരു കൺവെൻഷന്റെ പോസ്റ്റർ കണ്ടിട്ട് അദ്ദേഹം ആ കൺവെൻഷനിൽ വന്നതാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അന്ന് കടന്നുപോയി പാലത്തിന് മുകളിൽ നിന്ന് ചാടാൻ തുടങ്ങിയപ്പോൾ അനേകം സ്ത്രീകൾ അവിടെ വസ്ത്രം അലക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട്, കുളിക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം തിരികെ മടങ്ങിപ്പോകുന്നു. ഒരു കടത്തുണിയിൽ കിടക്കുമ്പോൾ കടത്തുണിയിൽ ഒട്ടിച്ച ഈ ഒരു കൺവെൻഷന്റെ പോസ്റ്റർ കണ്ടിട്ട് അദ്ദേഹം ആ കൺവെൻഷനിൽ കടന്നു വന്നു. അന്ന് അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടു. ദൈവം അദ്ദേഹത്തിന് വേണ്ടി വചനം കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഴുത്തിന് പുറകിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മുഴ അപ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം വർദ്ധിച്ച 21 ദിവസം ഞങ്ങളോടുകൂടെ ആ പ്രാർത്ഥനയിൽ അവിടെ സംബന്ധിച്ച് 21ാമത്തെ ദിവസം സ്നാനപ്പെട്ട് അന്നു മുതൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്റെ ശുശ്രൂഷ സ്ഥലമായ ചേർത്തലയിൽ കടന്നു വന്ന് എന്നോട് കൂടെ ഒരുമിച്ച് എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് എന്നോട് ഉണ്ടായിരുന്നു. സ്തോത്രം. പിന്നീട് എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറിനെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്നു. സ്തോത്രം. അങ്ങനെ അവർ രണ്ടുപേരും സുവിശേഷകരുടെ ബന്ധത്തിൽ ഇന്ന് ആയിരിക്കുന്നു. തൃശ്ശൂരാണ് അദ്ദേഹത്തിന്റെ വീട്. അവരിന്ന് തൃക്കടിത്താനത്ത് താമസിക്കുന്നു. ഞാൻ ഓർപ്പിച്ചത് ചേർത്തലിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ വന്ന എന്നെയും അദ്ദേഹത്തെയും ഒക്കെ ഉപദ്രവിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം എന്റെ അസോസിയേറ്റ് ആയിട്ട് നിന്ന കർത്താവിന്റെ ദാസൻ ശിവൻ പീറ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വന്ന് 21 ദിവസം ഉപവാസമായിരുന്നു. ഒറ്റയടിക്ക് അദ്ദേഹം മറിഞ്ഞ് താഴെ പോയി. അവിടെ ഒരു ഇരുമ്പ് കേടറിനകത്ത് അദ്ദേഹത്തിന്റെ തല പോയി അടിച്ചു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ചാടി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പക്ഷെ അതിലൊക്കെ ഏറ്റവും രസകരമായ അനുഭവം, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ചില ആഴ്ചകൾ മാത്രമായിരുന്നു കഴിഞ്ഞത്. എന്റെ വൈഫൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ അത് പിന്നെ മറ്റ് പ്രതിസന്ധിയിലേക്കൊക്കെ കടന്നുപോയി. അങ്ങനെ ആരാധന അവിടുന്ന് വീണ്ടും ഞങ്ങൾ ആരാധന നടത്തിയ ഭവനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് ഞാൻ ചേർത്തലയിൽ നിന്നും കൊല്ലം ചവറയിലേക്ക് കടന്നു വന്നു. ചവറയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചവറ സഭയിൽ അന്ന് ഞാൻ അവിടുത്തെ സെൻട്രൽ സഭയായ ചവറ സഭയിൽ സെൻട്രൽ ശുശ്രൂഷകനായ പാസ്റ്റർ ജോസ് കെ എബ്രഹാം അവരോടുകൂടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ടാണെന്ന് ഞാൻ അവിടെ കടന്നു വന്നത്. 7 വർഷക്കാലം അവിടെ ഞാൻ ശുശ്രൂഷിച്ചതിന് ശേഷം അതിനനന്തരം ശാസ്താംകോട്ട IPCയിലേക്ക് കടന്നുപോയി. അങ്ങനെ ഒരു 3.5 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ശുശ്രൂഷിച്ച ചവറ സഭയിലേക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഒത്തിരി സാഹചര്യങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ അതിനോട് ബന്ധപ്പെട്ടൊക്കെ പറയാനുണ്ടെങ്കിലും ഞാൻ ആ കാര്യങ്ങൾ സമയബന്ധിതമായി സമയത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞ് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന സാഹചര്യത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ ദൈവം നിലനിർത്തി ഇപ്പോൾ ഇവിടെ ശുശ്രൂഷയിൽ വീണ്ടും ഞാൻ 7 വർഷം ശുശ്രൂഷിച്ച ചവറ IPC സഭയിൽ ഇപ്പോൾ ശുശ്രൂഷകനായി വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. എനിക്ക് ഭാര്യ ഗ്രേസ്, മകൾ അക്ഷ, ഞങ്ങൾ വീട്ടിൽ അന്നാമോളെന്ന് വിളിക്കും. അവൾക്ക് 6 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ചെറിയൊരു അപകടം സംഭവിച്ച് തലയ്ക്ക് മുറിവുണ്ട്. ഒരു 5 സ്റ്റിച്ചോളം അവിടെ തലയ്ക്കുണ്ട്. ഇപ്പം ഏകദേശം 4-5 ദിവസമായി. എന്നാൽ അത്ഭുതകരമായ ഒരു പ്രതിസന്ധിയിൽ നിന്നും ദൈവം വിടുവിക്കുവാനിടയായി തീർന്നു. ആ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ ഇളയ മകൻ ബോവസ്, അവനെ ജോബിക്കുട്ടൻ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. അവനിപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബജീവിതം, ശുശ്രൂഷപരമായ മുൻപോട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നത് മാത്രമല്ല, എന്റെ ഭവനത്തിന്റെ ഒരു സാഹചര്യം ഞാൻ ഓർപ്പിച്ചല്ലോ. എന്റെ മാതാവിന്റെ മാതാവ് മരിക്കുന്നതുവരെ അനേക രോഗങ്ങൾക്ക് പത്രീഭവിക്കപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്റെ മാതാവ് വളരെയധികം ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് എന്റെ സഹോദരി ഇതുപോലെ കണ്ണിന്റെ കാഴ്ച, മറ്റിതര ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നു. അതുപോലെ എന്റെ സഹോദരൻ ഇതുപോലെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഈ സാഹചര്യങ്ങളൊക്കെ അനേക ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ഒക്കെ പ്രാർത്ഥനയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. അനേകരുടെ സഹായ സഹകരണങ്ങൾ
ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി തീർന്നു. പക്ഷേ ഇന്ന് വരെ അത്ഭുതകരമായി ദൈവം നടത്തുന്നു. അനേക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും മറ്റൊരു സ്ഥലത്തും അതേ അതെ അതെ കൈനീട്ടുവാൻ ഇടയാക്കാതെ വരണം. അത്ഭുതകരമായ ദൈവം വഴി തുറന്നിട്ടുണ്ട്. എന്റെ ജ്യേഷ്ഠനും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ 40,000 രൂപ 50,000 രൂപയൊക്കെയാണ് ബില്ല് വരുന്നത്. അതൊക്കെ കൃത്യസമയത്ത് അടച്ചിറങ്ങുവാനുള്ള വഴികൾ ഒക്കെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളുടെ നടുവിലൊക്കെ എന്റെ പെങ്ങളുടെ വിവാഹ കാലഘട്ടങ്ങളിലൊക്കെ അത് പെട്ടെന്ന് സാമ്പത്തികമായി ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ കൃത്യസമയത്ത് അതൊക്കെ കരങ്ങളിൽ കൊണ്ടുതന്ന അത്ഭുതകരമായ വഴികളും ഒക്കെ ഓർക്കുകയാണ്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി നിത്യതയുടെ ഒരു സന്തോഷം. പത്രോസ് പറയുന്നത് പോലെ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും, നിത്യജീവന്റെ വചനം നിന്നിലുണ്ട്. ഇന്നും ഈ പെന്തക്കോസ്തിന്റെ അല്ലെങ്കിൽ ഈ ബൈബിൾ വിശ്വാസത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം ഒരു നിത്യത എന്നുള്ള അതേ അടിയുറച്ച ഹൃദയബോധ്യമാണ്. വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നിത്യതയുടെ തേജസ്സിന്റെ ഘനം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രയും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം അത്രയും വചനത്തിൽ വായിക്കുന്നത് കൊണ്ട്, നിത്യമായ പ്രത്യാശ അകത്തുള്ളത് കൊണ്ട് ഈ ലോകത്തിലെ ഒന്നും അതേ ഒരു പ്രതിസന്ധിയും ഇന്ന് വരെ ആത്മീക ജീവിതത്തെ ബാധിക്കാൻ ഇടയായി തീർന്നിട്ടില്ല. സ്വാഭാവികമായി മനുഷ്യർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പരീക്ഷണങ്ങളും പരിശോധനകളും ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകാറുള്ള അതേ വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വചനത്തിന്റെ ശക്തിയാൽ അതേ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം ഇതുവരെ നടത്തി എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതിനകത്ത് ഞാന് ഈ യോബിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഒരുത്തൻ മാത്രം വഴുതി പോകുന്നു എന്ന് പറയുന്നത് പോലെ ഈ കാലയളവ് വരെ ദൈവം അത്ഭുതകരമായി എന്നെ നടത്തി. പക്ഷെ അനേക ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ കോട്ടയം പന്നിമറ്റത്ത് വെച്ച് ഒരു കാർ എന്റെ വാഹനത്തിന്റെ പുറകിൽ ഇടിച്ചിട്ട് ഞാൻ തെറിച്ച് കറങ്ങി താഴെ വന്ന് വീണ്. എന്നാൽ മരണകരമായ സാഹചര്യം സംഭവിക്കാമായിരുന്നു. എന്നാൽ അത്ഭുതകരമായിട്ട് ദൈവം താങ്ങി ചെറിയ പരിക്കുകളോടെ ഞാൻ രക്ഷപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ടെമ്പോ ട്രാവലർ എന്നെയും എന്റെ സ്നേഹിതനായ ഞങ്ങളുടെ സെന്ററിന്റെ ട്രഷറർ, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സഭയുടെ ട്രഷറുമായ ജോസഫ് എന്ന സഹോദരനും ഒരുമിച്ച് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു വാഹനം ഇടിച്ച് ഞങ്ങൾ രണ്ടുപേരും ദൂരേക്ക് തെറിച്ചു പോകുവാനിടയായി ചേർന്നു. എന്നാൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, മറ്റു യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. പ്രവർത്തന മേഖലകളിൽ ഞാൻ ശാസ്ത്ര ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ പ്രതിസന്ധികൾ ഉണ്ടായി. സഭയോട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രതിസന്ധികൾ. എന്നാൽ അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായി നടത്തി. പറയാൻ പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ പറയാൻ കഴിയുന്ന വിധത്തിൽ ശാസ്താംകോട്ടയിലെ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങൾ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. സുവിശേഷ വിരോധികളുടെ ഒക്കെ വലിയ ആക്രമണങ്ങളും ഒക്കെ അവിടെയും നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ 25-30 വർഷത്തോളമായി അവിടെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥന, അവിടെ ഒരു കൺവെൻഷൻ നടന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വർഷം 2 കൺവെൻഷൻ അവിടെ നടത്തുവാനും അനേകർ കടന്നു വന്ന ദൈവജനം കേൾക്കുവാനും രക്ഷിക്കപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നു. അതൊക്കെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സമയം ഒത്തിരി മുമ്പോട്ട് കടന്നുപോയി. അതിനെക്കുറിച്ച് സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്. എങ്കിലും സുവിശേഷ വേലയിൽ, കർത്തൃവേലയിൽ, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിച്ചു. അനേക വേദികളിൽ, കൺവെൻഷനുകളിൽ, പരിശോധനകളൊക്കെ മാത്രമല്ല പേഴ്സണൽ ഇവാഞ്ചലിസത്തിലൂടെ ഒക്കെ അനേക ഇടങ്ങളിൽ കടന്നു പോകാൻ, കയറി ചെല്ലാൻ കഴിയാതെ സാധ്യതയില്ലാത്ത അനേക സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും സുവിശേഷവുമായി കടന്നു പോകുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ബീഹാറിലൊക്കെ ധാരാളം സമയങ്ങളിൽ കടന്നുപോയി മാസങ്ങൾ അവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ അതിനോടൊക്കെ അനുബന്ധമായിട്ട് ദൈവം നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുൻപോട്ട് ഈ ശുശ്രൂഷ വേദികളിൽ മുൻപോട്ട് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല, മുൻപോട്ട് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, നിത്യതയെ കുറിച്ചുള്ള വലിയൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ഒരുപക്ഷെ നിരീശ്വരവാദികൾ ഉണ്ടാകാം, യുക്തിവാദികൾ ഉണ്ടാകാം, നമ്മുടെ വിശ്വാസത്തിനെതിരായി സംസാരിക്കുന്നവരുണ്ടാകാം. അതൊന്നും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കാതെ വണ്ണം ദൈവം നമുക്ക് നൽകി തന്ന പ്രത്യാശയിൽ അടിയുറച്ചത് അതേ നിന്നുകൊണ്ട് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യവചനത്തിനു വേണ്ടി അവസാനം വരെയും നെഞ്ചും നെറ്റിയും കാണിച്ചു നിൽക്കുവാൻ തക്കണം സർവ്വകൃപാലുവായ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം എന്നുള്ള അതേ പ്രാർത്ഥനയോടും ആഹ്വാനത്തോടും കൂടെ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എനിക്ക് ആ സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ടതായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ച് വളർത്തപ്പെട്ടതായ ഒരാത്മീയ പശ്ചാത്തലം ജീവിതത്തിൽ
അനുഗ്രഹമായി തീർന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പലപ്പോഴും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് കടന്നു പോകേണ്ടി വരുന്നതായ ഒരുപാട് സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പല നിലകളിൽ കേൾക്കാറുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ആത്മീയ പക്വതയുടെയും ആത്മീയ പാരമ്പര്യത്തിൻ്റെയും ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ നല്ല ശിക്ഷണത്തിലും ശ്രദ്ധയിലും വളർത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ മാതാപിതാക്കന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായിട്ടും വീട്ടിലും സമൂഹത്തിലും എല്ലായിടത്തും നല്ല സാക്ഷ്യം വഹിപ്പാൻ വളരെ ചെറുപ്പം മുതൽ കർത്താവ് കൃപ ചെയ്തതുപോലെ ഇന്നയോളം ആ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിതം കാത്തു സൂക്ഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം കൃപ ചെയ്തു. ഇനിയും ധാരാളമായി ദൈവം സഹായിക്കട്ടെ. ജീവിതത്തിൽ കടന്നുപോയ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലും ദൈവം കൂടെയിരുന്നു, കൈവിടാതെ കരുതി നടത്തിയല്ലോ. ഇനിയും അന്ത്യത്തോളം ദൈവം ജയോത്സവമായി വഴി നടത്തട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യങ്ങളെ വഹിപ്പാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അരോമാ TV പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയത്തെ കർത്താവിൻ്റെ ദാസൻ ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അരോമാ TVയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ സ്നേഹിതർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സഹായിക്കണമേ. ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ സഞ്ചരിക്കുന്നവർ, ജീവിതാനുഭവങ്ങളുടെ സഞ്ചരിക്കുന്നവരൊക്കെ ഒരുപക്ഷെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. അവരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അത്ഭുതകരമായി പ്രവർത്തിക്കാൻ ഇന്നും അതേ പ്രവർത്തന ശേഷിയോടുകൂടി ഞങ്ങളോട് കൂടെ ഉള്ള ായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടുമില്ല എന്ന് വചനത്തിൽ ഓർപ്പിക്കുമ്പോൾ രക്ഷിക്കുന്ന ആ കരത്തിന്റെ സാന്നിധ്യത്തിന്റെ മക്കളോട് കൂടെ വെളിപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശാരീരികമായോ മാനസികമായോ മറ്റു വിധ സാമ്പത്തിക പ്രതിസന്ധികളിലൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്മേൽ ഇന്ന് പകരം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികളായി ഭാരപ്പെടുന്നവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഇന്ന് ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏത് രോഗമായാലും അവരുടെ ശരീരത്തിൽ സൗഖ്യമായി പരിണമിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മാനസിക സംഘർഷങ്ങൾ അത് അനുഭവിക്കുന്നവരാണെങ്കിൽ യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ അവരുടെ മേൽ പകരപ്പെടുവാൻ, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യം ഇന്ന് അത്ഭുതകരമായി പ്രവർത്തിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ അതുല്യമാകുന്ന ദൈവകൃപയുടെ സാന്നിധ്യം കർത്താവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ തകർച്ചകളിലൂടെയോ അതേ കുടുംബ പ്രതിസന്ധികളിലൂടെയോ കർത്താവ് കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കുടുംബത്തോട് പോരാടുന്ന സകല പൈശാചിക വ്യാപാരങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടവ്യാപാരങ്ങളുടെ തടവറകളിൽ നിന്ന് ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുന്ന ദൈവത്തിന്റെ പ്രസാദ വർഷം അറിയിക്കുന്ന അഭിഷേകം അധികാരത്തോടെ ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അതേ മറ്റു തര ജോലിക്ക് വേണ്ടിയൊക്കെ അതേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം കർത്താവേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോർത്ത് പ്രാർത്ഥിക്കുന്നവർ, അവർ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കുക. മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി കഴിയുന്നവരെ ഓർത്ത് വ്യാകുലപ്പെടുന്ന മാതാപിതാക്കളെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി അവർ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന പോലെയല്ല, ലോകത്തിന് തരാൻ കഴിയാത്ത ദിവ്യമായ സമാധാനവും സന്തോഷവും നൽകാൻ കഴിയുന്ന കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. യേശുവിന്റെ നാമത്തിലുള്ള സമസ്ത വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തമായ ദൈവ പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ ദൈവം അയക്കണമേ. അത്ഭുതകരമായി വിടുതലയക്കണമേ. പൈശാചിക ബാധകൾ അഴിഞ്ഞു മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഇത് ശ്രവിക്കുന്ന പ്രേക്ഷകരുടെ മേൽ സംഭവിക്കപ്പെടേണ്ടതിനായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആത്മഹത്യാ ചിന്താഗതിയിൽ ഇരിക്കുന്നവരെ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടുകൊണ്ട് അരോമാ TVയുടെ പ്രവർത്തനമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കണം. ഉത്തരോത്തരം ഇത് വളരുവാൻ ദിവസമായി ദൈവകൃപ കൊണ്ട് പൊതിയണം. അവിടെ നിങ്ങളുടെ പ്രാർത്ഥനകടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. കർത്താവ് സാബു കുമരങ്കരി ഇത്രത്തോളം സമയം ഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുന്നതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരും. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചന ചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.